കായിക മന്ത്രിക്കെതിരെ ആഞ്ഞടിച്ച് കേരള ഒളിമ്പിക് അസോസിയേഷൻ. ദേശീയ ഗെയിംസിലെ കേരളത്തിന്റെ മോശം പ്രകടനത്തിന് കാരണം കായിക മന്ത്രിയും സ്പോർട്സ് കൌൺസിലുമാണ്. വി അബ്ദുറഹ്മാന്റെ പ്രകടനം വട്ടപൂജ്യമാണ്. ദേശീയ ഗെയിംസ് ആരംഭിക്കുന്നതിനും 10 ദിവസം മുൻപാണ് ഫണ്ട് അനുവദിച്ചതെന്നും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ പറഞ്ഞു. ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ കായിക മേഖലയിൽ നാഷണൽ ഗെയിംസിൽ ഏറ്റവും മോശപ്പെട്ട പ്രകടനമാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടി വന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരവാദികൾ കേരളത്തിൻ്റെ സ്പോർട്സ് മന്ത്രിയും സ്പോർട്സ് കൈകാര്യം ചെയ്യുന്ന സ്പോർട്സ് കൗൺസിലുമാണ്. ഏറ്റവും മോശപ്പെട്ട പ്രകടനം വേണമെങ്കിൽ പറയാം സിഗറോ പ്രകടനമാണ്, വട്ടപൂജ്യം പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. ഈ മേഖലയ്ക്ക് ഒരു സംഭാവനയും കായിക മന്ത്രിയിൽ നിന്നോ സ്പോർട്സ് കൗൺസിലിൽ നിന്നോ കഴിഞ്ഞ 4 വർഷമായി ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വേദനാജനകമാണ്. ആദിൽ പാലോട് നൽകും വിശദാംശങ്ങൾ. ആദിൽ പാലോട്, സുനിൽകുമാർ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു കേരളത്തിൻ്റേത്. അതായത് 14ാം സ്ഥാനത്തെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങനെയൊരു വിമർശനം ഉയരുമ്പോൾ ഈ ഘട്ടത്തിൽ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമാണ് കേരള ഒളിമ്പിക് അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത്. ഈ ഘട്ടത്തിൽ മന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ടോ? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? അതിൽ കേൾക്കാമെങ്കിൽ ഏറ്റവും മോശം പ്രകടനം എന്ന് അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മോശം പ്രകടനമായിരുന്നു കേരളത്തിൻ്റേത്. ഇതിപ്പോൾ വലിയ രൂക്ഷ വിമർശനമാണല്ലോ മന്ത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത്. ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ മോശം പ്രകടനത്തിന് പിന്നാലെയാണ് കായിക മന്ത്രിക്കും സ്പോർട്സ് കൗൺസിലിനുമെതിരെ അതിരൂക്ഷമായ വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. വിവിധ തുറകളിൽ നിന്നുള്ള വിമർശനം. അതിൽ പ്രധാനം കേരള ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാറിൻ്റെതാണ്. അല്പം മുൻപ് കേട്ട പ്രതികരണം. കായിക മന്ത്രിയുടെ പ്രകടനം വട്ടപൂജ്യമാണ്. കായിക മേഖലയിലെ ഉണർവിനും കേരളത്തിനു വേണ്ടി കായിക മന്ത്രിയും സ്പോർട്സ് കൗൺസിലും ചെയ്ത ഒരൊറ്റ പ്രവർത്തനം പറയാമോ എന്ന വെല്ലുവിളി കൂടി കേരള ഒളിമ്പിക് അസോസിയേഷൻ നടത്തുന്നു എന്നതും പ്രധാനമാണ്. മറ്റ് കായിക സംഘടനകളുടെ ഭാഗമായി ഇത് കൂടുതൽ പ്രശ്നമായി ഇത് ഉന്നയിക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. ദേശീയ ഗെയിംസിൽ കേരളത്തിൻ്റേത് ചരിത്രത്തിൽ തന്നെ മോശപ്പെട്ട പ്രകടനമാണ്. ഇതിന് ഉത്തരവാദി കായിക മന്ത്രിയും സ്പോർട്സ് കൗൺസിലുമാണ്. കായിക മേഖലയിൽ ഒരു സംഭാവനയും നൽകാത്തയാളാണ് കായിക മന്ത്രിയെന്നും സ്പോർട്സ് കൗൺസിലിൽ നിന്നും ഒരു തരത്തിലുള്ള സഹകരണം ലഭിച്ചില്ല. തങ്ങൾ പറയുന്ന അഭിപ്രായങ്ങൾ തീരെ മുഖവിലേക്കെടുക്കാത്ത നിലപാടാണ് കായിക മന്ത്രി സ്വീകരിക്കുന്നത്. സംസ്ഥാനത്തിൻ്റെ ഫണ്ട് കൃത്യമായി കായിക മേഖലയിൽ കൈകാര്യം ചെയ്യാൻ മന്ത്രിക്ക് 4 കൊല്ലമായിട്ടാകുന്നില്ല എന്നുകൂടി പറയുന്നു. കായിക വകുപ്പിന് വേണ്ടി മാത്രമായ ഒരു മന്ത്രിയെ നിയമിച്ചിട്ട് കൂടി ഇത് കൈകാര്യം ചെയ്യാനാകാത്തത് ഗതികേടാണെന്നാണ് വി സുനിൽകുമാറിൻ്റെ ഭാഷ്യം. കായിക മേഖലയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഒരു പ്രവൃത്തിയും ചെയ്യാത്ത മന്ത്രിയാണ്. ദേശീയ ഗെയിംസ് ആരംഭിക്കുന്നതിന് 10 ദിവസം മുൻപ് മാത്രമാണ് ഇത് സംബന്ധിച്ചുള്ള ഫണ്ട് നൽകിയതെന്നും വി സുനിൽകുമാർ പറയുന്നു. ഏതായാലും കായിക മന്ത്രിയുടെ പ്രകടനം വട്ടപൂജ്യമാണെന്ന അതിരൂക്ഷമായ പ്രതികരണത്തിലേക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ പോയിരിക്കുന്നു. അത് കേരളത്തിൻ്റെ പ്രകടനം ദേശീയ ഗെയിംസിൽ വളരെ പിന്നാലെയാണ് ഈ പ്രതികരണം വന്നിരിക്കുന്നത്. മറ്റ് കായിക സംഘടനകളുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാവുകയുമാണ്. ശ്രുതി. ഓക്കെ, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.